ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. കീഴായൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണോദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് രാജ്യത്തിനകത്ത് തന്നെ മാതൃകയാണ്. അടിസ്ഥാന വികസന രംഗത്ത് 5000 കോടി രൂപയുടെ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ അവസരത്തിൽ പുതിയ പൊതുവിദ്യാലയങ്ങൾ നിർമ്മാണം നടത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ്. കീഴായൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഞാൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ഇവിടെ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ₹1,20,00,000 ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. അധ്യക്ഷത വഹിച്ച മുഹമ്മദ് മോസിൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഞാൻ അവിടെ ചെന്ന് വാക്കും പറഞ്ഞിട്ടുണ്ട്, ഫണ്ട് തരണം എന്ന് പറഞ്ഞു. മന്ത്രി 1 കോടിക്ക് പകരം 1,20,00,000 രൂപ അനുവദിച്ച് തന്നു. അതിന് പ്രത്യേകം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നന്ദി അറിയിക്കുകയാണ്. അതിന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇപ്പോ അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. കീഴായൂർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഇതുപോലെ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ബസ്. ആ ബസ് ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഈ കെട്ടിടത്തിന് പുറമെ ഇപ്പൊ ഈ വർണ്ണക്കൂടാരം, അതിമനോഹരമായിട്ടുള്ള വർണ്ണക്കൂടാരം യാഥാർത്ഥ്യമായി. ഇനിയും വികസന പദ്ധതികൾ നമ്മുടെ വിദ്യാലയത്തിൽ തേടിയെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, രക്ഷിതാക്കളുടെ ഇൻവോൾവ്മെന്റ് ഏറ്റവും കൂടുതലുള്ള PTA ആണെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികളാണെങ്കിലും എപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് സ്കൂളുകളാണുള്ളത്. അതിൽപ്പെട്ട ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണ് ഈ കീഴായൂർ സ്കൂൾ. ഇതൊരു ജനകീയ സ്കൂളാണ്. നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി, കൗൺസിലർ മധുസൂദനൻ, ഫൈസൽ ബാബു, CS സുരേഷ്, പ്രധാനാധ്യാപിക P ശ്രീലത, PTA പ്രസിഡന്റ് M മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.